ഹായ് ഹലോ എല്ലാവർക്കും സിനി സന്തോഷ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ് വായു, അല്ലേ? വായു നെഞ്ചിൽ കയറിയിരിക്കാം, മുതുകത്ത് കയറിയിരിക്കാം, വയറിൽ കയറിയിരിക്കാം. അങ്ങനെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വായു കയറിയിരുന്ന് ഭയങ്കര വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ എനിക്കും അത് തന്നെ ചില കാര്യങ്ങൾ കഴിക്കാൻ നേരത്ത് വായു വല്ലാതങ്ങ് കയറും. പയറ്, ചക്ക, അങ്ങനെ ഉള്ള സാധനങ്ങൾ. അങ്ങനെ ഒരു ദിവസം ഞാൻ ചക്ക ഇങ്ങനെ കഴിച്ചപ്പോഴത്തേക്ക് വായു കയറി വയറങ്ങ് വല്ലാണ്ടങ്ങ് പെരുവി. ആ സമയത്താണ് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് വയറ് പെരുവിയിരിക്കുന്നു, വായു കയറിയിട്ട്. അപ്പോൾ ഹസ്ബൻഡാണ് എനിക്ക് ഈ ടിപ്സ് പറഞ്ഞു തന്നത്. അപ്പോൾ ഞാനത് ചെയ്ത് നോക്കി, ഞാനത് കുടിച്ച് നോക്കി. അപ്പോഴേ എനിക്കത് നല്ലൊരു ഫലം ഉണ്ടായി. അതുകൊണ്ടാണ് നിങ്ങളിലേക്കത് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഏതൊരു നല്ല കാര്യവും നമ്മൾ ഷെയർ ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം നമ്മളത് ചെയ്ത് നോക്കിയിട്ടായിരിക്കണം മറ്റുള്ളവർക്കത് ഷെയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനത് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ശരി, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിന് നമുക്ക് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഒന്ന് ജീരകവും ഒന്ന് ശർക്കരയും, പിന്നെ വെള്ളം. അപ്പോൾ നമുക്ക് ആദ്യം ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിൽ വയ്ക്കാം. വച്ച് 1 സ്പൂൺ ജീരകമാണ് ഇതിനാവശ്യമായിട്ട് വേണ്ടത്. അപ്പം ഞാനതിനകത്ത് ഇട്ട് ഇത് നമുക്ക് വറുത്തെടുക്കണം. ഉള്ള പരിമിതികളൊക്കെ വെച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. നല്ല കാര്യമാണെങ്കിൽ നമ്മളത് മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. അപ്പം നന്നായിട്ട് വറുക്കണം, ജീരകം നന്നായിട്ട് വറുക്കണം. നന്നായിട്ട് വറുത്ത് തരട്ടെ. അപ്പോൾ ജീരകം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഇറക്കി വയ്ക്കാം. ക്യാമറമാനും എല്ലാം ഞാനായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വച്ചിട്ട് ഞാൻ ഈ ഗ്ലാസ്സിലാണ് വെള്ളം എടുക്കുന്നത്. ഇതിൽ 1 ഗ്ലാസ് വെള്ളം നമുക്കിതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇത്ര ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഈ ശർക്കരയെ നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആ വെള്ളത്തിൽ അത് കിടന്ന് നന്നായിട്ട് തിളച്ച് 1/2 ഗ്ലാസ് വെള്ളമാവണം. നമ്മൾ 1 ഗ്ലാസ് വെള്ളമല്ലേ എടുത്തത്, അപ്പോൾ അത് തിളച്ച് വറ്റി 1/2 ഗ്ലാസ് വെള്ളമാവണം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഉള്ള പരിമിതികൾ വെച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എല്ലാ വീഡിയോകളും അങ്ങനെ തന്നെയാണ്. എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ സ്വാഭാവികമായിട്ടുള്ള സംഭാഷണ രീതികളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അതിനകത്ത് വേറെ കാര്യങ്ങളോ മറ്റൊന്നുമില്ല. എൻ്റെ ഉള്ള പരിമിതികൾ വെച്ചാണ് ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. എനിക്കറിയാവുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും മുന്നോട്ട് നല്ല രീതിയിൽ വീഡിയോ ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ചിട്ട് അര വെള്ളമാക്കണം. നമ്മൾ 1 ഗ്ലാസ് വെള്ളം, ഇതിനകത്ത് 1 ഗ്ലാസ് വെള്ളമാണല്ലോ നമ്മൾ എടുത്തത്. ഇതിൻ്റെ 1/2 ഗ്ലാസ്സോളം വെള്ളം ഇതാക്കണം. നല്ലോണം നന്നായിട്ട് ശർക്കര അതിനകത്ത് കിടന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മൾ നേരെ വറുത്ത് വെച്ച ആ